أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ മിക്ക ആൾക്കാർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ടാകുന്ന വലിയ ഒരു വിലയേറിയ ഒരു പ്രശ്നമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, ജീവിതത്തിലുള്ള ഉണ്ടാകുന്ന സഹികെട്ട ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, ചില വൈഷമ്യങ്ങൾ, ചില ദുരിതങ്ങൾ, ചില ജനങ്ങൾ ശത്രുക്കളായി ആ ശത്രുക്കൾ പുറത്ത് നിന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്ന ഒരു സ്വഭാവം നമ്മളെ ജനങ്ങളുടെ ഇടയിലുണ്ട്. പലർക്കും ഇത് അനുഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ആ ദിക്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നൂഹ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നൂഹ് നബി അലൈഹി സ്വലാമിന് വളരെ കൂടുതൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഇതുപോലുള്ള ദുരിതങ്ങളും ഉണ്ടായ സമയത്ത് അള്ളാഹുവിനോട് ഒരു ദിക്ർ ചെയ്ത് ദുആ ചെയ്ത്, ആ ദിക്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു ദിക്റാണ്, പക്ഷേ ദിക്ർ ചെറുതാണെങ്കിലും അതിൻ്റെ അർത്ഥത്തിന് പരിധിയില്ലാത്ത അർത്ഥമാണ്. അത്രത്തോളം അർത്ഥമുള്ള ഒരു ദിക്റാണ് ഇവിടെ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ആ സമയത്ത് ഈ ദിക്ർ ചെല്ലുകയും അതോടൊപ്പം ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രവാചകനുള്ള ശത്രുതകൾ, പ്രവാചകനുള്ള വിഷമങ്ങൾ, ദാരിദ്ര്യങ്ങൾ, പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ, ശത്രുതകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങ് മാറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മളും ആ മുൻകൂറുള്ള പ്രവാചകന്മാരുടെയും കൂടെ അനുയായികളാണ്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രവാചകന്മാരാണ്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠത്തുള്ള നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ്. അപ്പോൾ നൂഹ് അലൈഹി സ്വലാം പറഞ്ഞ ഈ മാർഗവും നമുക്കത് സ്വീകരിക്കാവുന്നതിൽ ഒരു തർക്കങ്ങളുമില്ല. ഇതൊക്കെ ഖുർആനിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ദിക്ർ നമുക്ക് ചെല്ലാം. അപ്പോൾ നമ്മൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി മനഃശുദ്ധിയോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മുടെ ഈ ആവശ്യങ്ങൾ, നമുക്കിപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്ന വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഷറുകൾ ഒക്കെ ഇങ്ങനെ മുസീബത്തുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടി ഒരു പരിഹാര മാർഗമാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ അങ്ങ് വെച്ചുകൊണ്ട് റബ്ബിനോട് നമ്മളങ്ങ് ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അൽഹംദു ഇല്ലാത്തൊരു ദുആ ഇല്ല. അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം ഒരു ദുആ ചെയ്യാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വെച്ച് തുടങ്ങിയിട്ട് അവസാനം വരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ചുരുക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യം വരുന്ന അൽഹംദ്, രണ്ടാമതും അൽഹംദ് വരണം. അങ്ങനെയുള്ള ദുആക്ക് ഇജാബത്തുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദുആകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അഥവാ ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് മാത്രമല്ല ഇന്ന് പ്രയോജനം കിട്ടുന്നത്. ഇതിൻ്റെ പ്രയോജനം നമുക്ക് ആഖിറത്തിൽ കൂടി ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ദിക്ർ ചൊല്ലിയെന്ന് വിചാരിച്ച ആർക്കും ഒരു മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല. ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധമായ ഖുർആനിൽ ഒരു ദിക്ർ നമ്മൾ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അത് പ്രയോജനമാണ്. ഇന്നല്ലേ നാളെ പ്രയോജനമാണ്. ഇത് ഭൗതിക ജീവിതത്തിലും പ്രയോജനം, ഇത് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പ്രയോജനം കിട്ടും. ഇവിടെയും പ്രയോജനം കിട്ടും, ആഗ്രഹത്തിൽ നമുക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സംഗതിയാണ് ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ദിക്ർ ചില്ലറ കളികളൊന്നുമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനകത്തുള്ളതാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിക്ർ നമ്മൾ ആത്മാർത്ഥമായി അങ്ങ് ചെല്ലണം. കാരണം അപ്പോൾ ഈ രീതിയിലുള്ള വൈഷമ്യങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക സാധാരണ സ്വഭാവമാണ്. ഇത് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലുള്ള ഒരു വശങ്ങളാണ്. ഈ അസൂയ തുടങ്ങിയുള്ള അനാവശ്യ നടപടികളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഇത് നല്ല രീതിയിലുള്ള അറിവുള്ളവർക്കും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെയും സംബന്ധിച്ച് ഇത് ബാധകമല്ല. അവരിതിനെ എല്ലാത്തിനെയും അങ്ങ് അടിച്ചു കളയും. അവരിത്തരം കാര്യങ്ങൾ അവരിൽ ലയിക്കത്തുമില്ല, അവർ പോകത്തുമില്ല. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് രക്ഷപ്പെടുന്നതിനുള്ളൊരു മാർഗം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ഖുർആനിലൂടെ അതാ നമുക്ക് ഇറങ്ങി തന്നിരിക്കുന്നു. അതങ്ങ് നമ്മൾ ചൊല്ലിക്കൂടെ. അത് നമ്മളങ്ങ് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിധ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. കാര്യം ഇതൊരു വലിയ ദുരിതമായ കാര്യങ്ങളല്ലേ. ജനങ്ങൾ തങ്ങളിൽ പറഞ്ഞ് നമ്മളെ അങ്ങ് നശിപ്പിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ചർച്ചകൾ ഇതായിരിക്കും. വലിയൊരു വിഷമമൊരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അതോടൊപ്പം നമ്മൾ മാനസികമായിട്ട് ഒരുതപ്പെട്ട ആൾക്കാരെങ്കിൽ നശിച്ച് താഴോട്ട് പോവുകയാണ്. പക്ഷേ ഈമാൻ ശരിക്കുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ഭാഗമല്ല. അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഈമാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. കഴിവതും ഈമാൻ എന്ന് പറയുന്ന വിശ്വാസം നമ്മൾ
ഹൃദയത്തിൽ അങ്ങ് നല്ലതുപോലെ കരുതിയേക്കണം. അപ്പോൾ ഈമാൻ വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലും ആട്ടി ഉറച്ചുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മൾ കരസ്ഥമാക്കിയിട്ട് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണോ മാനവ സമുദായമായ നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത് അതുകളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരേറ്റേണവും നമ്മൾ അടുക്കത്തില്ല. അപ്പോൾ എല്ലാവരെ കൊണ്ടും ഇത് ഇത്രയും ചെയ്തു എന്ന് വരികയില്ല. ഇത് സാധാരണക്കാർക്കുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദിക്റ് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ദാരിദ്ര്യം, നമ്മുടെ ഈ ബുദ്ധിമുട്ട്, നമ്മുടെ ഈ പ്രയാസം, നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ, നമ്മുടെ ഇടങ്ങേറുകൾ, ചുരുക്കി പറഞ്ഞാൽ ശുദ്രം വരെ ഇതിൽ നിന്ന് നമുക്ക് ശുദ്രം വരെ ചെയ്താൽ നമുക്കറിയത്തില്ല. ഒരാൾക്ക് ശുദ്രം ചെയ്യാൻ നമുക്ക് ശുദ്രം ചെയ്യാൻ അയാൾക്ക് തോന്നത്തുമില്ല. കാര്യം അത്രത്തോളം ഒരു ഭയപ്പാട് നമ്മളിൽ അയാൾക്ക് ഉണ്ടാകും. അതും കൂടിയുള്ള ഒരു ദിക്റാണ്. അപ്പോൾ നമ്മൾ ഈ ദിക്റ് ചെല്ലണം. ഈ ദിക്റ് നിങ്ങൾ ചെല്ലുമ്പോൾ ആര് ചെല്ലിയാലും ശരി, ഈ ദിക്റ് ചെല്ലുന്ന സമയത്ത് 501 ദിക്റ് കൃത്യമായിട്ട് 501 ദിക്റ് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ചെല്ലണം. അത് ചെല്ലിയതിന് ശേഷം പിന്നുള്ള സമയമെന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടം പോലുള്ള ദിക്റുകൾ നിങ്ങൾ ചെല്ലാം. ഇത് കൂടുതലും ചെല്ലുമ്പോൾ 3 ദിവസം തുടരെയായിട്ട് ഈ 501 ദിക്റുകൾ വീതം നിങ്ങൾ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ മാനസികമായ ഈ പിരിമുറുക്കം, ഈ മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മാനസികമായ ഈ പിരിമുറുക്കം, ഈ മാനസികമായ ഈ നീറ്റൽ, ബുദ്ധിമുട്ട്, പ്രയാസം, ഇടങ്ങേറുകൾ, ആപത്തുകൾ, മുസീബത്തുകൾ തുടങ്ങിയുള്ള എല്ലാ വൈഷമ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്ന ദിക്ർ. നമുക്ക് ചെല്ലാം. ഞാനതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബഹു അന്നീ മഗ്ലൂബൻ ഫന്തസീർ. റബ്ബഹു അന്നീ മഗ്ലൂബൻ ഫന്തസീർ. റബ്ബഹു അന്നീ മഗ്ലൂബൻ ഫന്തസീർ. ഇന്നാണ് ദിക്റ്. ഈ ദിക്റാണ് 501 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് 501 പ്രാവശ്യം നിങ്ങൾ തുടരെയങ്ങ് ചെല്ലിയേക്കണം. അത് ചെല്ലിയിട്ട് ഇതൊരു 3 ദിവസം നിങ്ങൾ ചെല്ലണം. സമയങ്ങളില്ല, കഴിവതും രാത്രി സമയങ്ങളിൽ ചെല്ലുന്നതാണ് ഏറ്റവും മെച്ചം. രാത്രി എന്ന് വെച്ചാൽ 12 മണിക്കോ 1 മണിക്കോ 10 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷമോ ചെല്ലി അത് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിൽ തർക്കമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ച് ഒരുപാട് പേർക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഗുണങ്ങളുണ്ടായ വിവരങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്കും അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് 501 പ്രാവശ്യം ഒരേ സമയം 501 പ്രാവശ്യം തന്നെ നിങ്ങൾ ചെല്ലണം. അങ്ങനെ 3 ദിവസം തൊട്ട് ചെല്ലണം. അത് കഴിഞ്ഞിട്ടും പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും റഹ്മാനായ തമ്പുരാനെ, അർഹമറഹീമായ തമ്പുരാനെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ അഭിലാഷങ്ങൾ അല്ലാഹു തആല സാധിച്ചു കൊടുക്കട്ടെ എന്നും കൂടി ഈ സമയം ഞാൻ പറയുന്നു. അല്ലാഹുവേ, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ എനിക്ക് പുറത്തു തരികയും ചെയ്യണേ എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.